നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 83ലേക്ക് വരാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണ്. ഇത് ഒരു ക്യൂബിന്റെ പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ ആക്ച്വലി ഇതിന്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും. ദ ബോഡി ഡയഗണൽ ഈസ് ലൈയിങ് ഓൺ പ്രൊഫൈൽ പ്ലെയിൻ. പി ലൈ ചെയ്യുകയാണെന്ന് നമുക്കത് മനസ്സിലാവും. നോക്കാം അതെങ്ങനെ ചെയ്യണമെന്ന് ആദ്യം നോക്കാം. ഇതിൽ പറയുന്നത് വെച്ചാൽ there is a cube of dimension 40 mm is resting on space. It's not, it is സ്പേസിൽ നിൽക്കുകയാണ്. ഇത് HP യിൽ ടച്ച് ചെയ്യുന്നില്ല. there is a point. അപ്പൊ ഇതിനകത്ത് ഇത് HP യിൽ ആക്ച്വലി ടച്ച് ചെയ്യുന്നില്ല. ഇത് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ സ്പേസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പോയിന്റ് അത് BP യിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത സെന്റൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ VP യിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ക്വയർ ഫേസ് എവിടെ ടച്ച് ചെയ്യുകയാണ്? ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇത് ആക്ച്വലി എവിടെ ടച്ച് ചെയ്യാണ്? ഇത് സ്പേസിൽ നിൽക്കുകയാണ്. HP യിൽ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് HP യിൽ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ അത് എവിടെയാണ്? BP യിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യണുണ്ടോ? ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ VP യുമായിട്ട് മേക്ക് ചെയ്യുന്നത് ഈ ഒരു ആംഗിൾ ഉണ്ട്. ഇത് ഇപ്പൊ 0 ആംഗിൾ മേക്ക് ചെയ്യാണ് VP യുമായിട്ട്. അത് ഇപ്പൊ നോക്കിയ ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് മേക്ക് ചെയ്യാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? 30 ഡിഗ്രി മേക്ക് ചെയ്യാണെന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഒരു പോയിന്റ് VP യിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ടച്ച് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഫേസ് 30 ഡിഗ്രി മേക്ക് ചെയ്യാണ്. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത് വെച്ചാൽ ഈ ടച്ചിങ് പോയിന്റിലെ ഈ ടച്ചിങ് പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ബോഡി ഡയഗണല് ഇവിടെ നിന്ന് ഇത് സ്റ്റാർട്ടിങ്ങിന്റെ ഇവിടെ അകത്തുനിന്ന് ഈ ടച്ചിങ് പോയിന്റിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന ഈ ബോഡി ഡയഗണല് 25 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു HP ടേൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോ നമുക്കിത് പോകെ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മള് സ്ക്വയർ ഫേസ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന വിധത്തിൽ വേണം വരയ്ക്കേണ്ടത്. ഇപ്പൊ നോക്കിയാൽ ഇത് HP യിൽ ടച്ച് ചെയ്യണമെന്നില്ല. നമുക്കിതിന്റെ പേര് കൊടുക്കാം ABCD. അത് മുകളിലാണ്. അപ്പൊ നോക്കിയാൽ ഫ്രണ്ട് ഇവിടെ നോക്കിയാൽ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ABCD 1 2 3 2ന്റെ ബാക്കിൽ 4 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരു കാര്യം തന്നെ മനസ്സിലാക്കണം. 3യിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഈ ബോഡി ഡയഗണലിനെ ഞാൻ 3A എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഈ 3Aയുടെ പ്രത്യേകത ശ്രദ്ധിച്ചേക്ക്. ഓൾറെഡി ഇപ്പോ 3A എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്? 35 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് ആ ബോഡി ഡയഗണലിന്റെ പ്രത്യേകതയാണ്. ഈ ബോഡി ഡയഗണലാണ് പിന്നീട് ഇപ്പൊ ഓൾറെഡി അത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഓൾറെഡി അത് ലേ ചെയ്യാണ്. ഈ ബോഡി ഡയഗണലിനെയാണ് നമുക്ക് പിന്നീട് HP യുമായിട്ട് എന്ത് ചെയ്യേണ്ടത്? HP യുമായിട്ട് 25 ഡിഗ്രി മേക്ക് ചെയ്ത് വരുത്തേണ്ടത്. അപ്പൊ ഓൾറെഡി അത് VP യുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യാണ്? VP യുമായിട്ട് 35 ഡിഗ്രി മേക്ക് ചെയ്ത് ഇരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത് പറയുന്നത് ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന 3 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന 1 2 3 4 എന്ന് പറഞ്ഞ ഫേസ് ഇപ്പോ VP യിൽ റെസ്റ്റ് ചെയ്യാണ്. അതിന് 30 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു പോയിന്റില് 3 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഈ ഫിഗർ റീപ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എന്താ? 3 എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് 1 ആണ്. 1ൽ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. 3യിൽ നിന്ന് C മാർക്ക് ചെയ്യുക. 3C ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് C കിട്ടി. 1A ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ A കിട്ടി. ദെൻ ബാക്കി AC ജോയിൻ ചെയ്യുക. പിന്നെ ഇതിന്റെ മിഡ് പോയിന്റുകളാണ് 2ഉം 4ഉം Bയും Dയും അതും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഇതിനെ 30 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ആക്കി. മനസ്സിലായില്ലേ? 30 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ആക്കി. അപ്പൊ നമ്മുടെ ബോഡി ഡയഗണൽ എത്ര ഡിഗ്രി ടിൽറ്റ് ആയി കാണും? സോ ദിസ് ഈസ് ദ ബോഡി ഡയഗണൽ. ബോഡി ഡയഗണല് ഈ ആംഗിൾ എത്രയാണ്? 35. അപ്പൊ നോക്കിയ ബോഡി ഡയഗണല് ഇപ്പോ നിലവിൽ 65 ഡിഗ്രി മേക്ക് ചെയ്ത് നിൽക്കുകയാണെന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഇനി നമുക്ക് ബാക്കി ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ടിൽ കൂടെ നോക്കുവാണെങ്കിൽ എന്ത് കാണാം? ABCD കാണാം. കണ്ട? ABCD കാണാം. C എന്ന ലൈനും C എന്ന ലൈനും. സോ ദിസ് ഈസ് പോയിന്റ് C. ഇതിലായിരിക്കും Bയും Dയും വരിക. സോ ദിസ് ഈസ് ദ പോയിന്റ് B. ഇതാണ് D. എയിൽ കൂടി ലൈൻ വരയ്ക്കുക. സോ ദിസ് ഈസ് ദ പോയിന്റ് A. അപ്പൊ ഇത് വിസിബിൾ ആണ്. അത് എന്താണ്? നമുക്ക് തിക്ക് ലൈൻ ആയിട്ട് വരയ്ക്കാം. ABCD AB. സോ ABCD വരച്ചു. ദെൻ ബാക്കി 1 2 3 4 നമുക്ക് മാർക്ക് ചെയ്യാം. 1 ദിസ് ഈസ് 1 2ഉം 4ഉം ഇതിനകത്ത് കിട്ടും. 3 ഇവിടെ കിട്ടും. 3 4 ഇതെന്താണ്? 2. ദെൻ ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. എന്താണ് ഔട്ടർ? 1 2 ജോയിൻ ചെയ്യുക.
14 ജോയിൻ ചെയ്യുക, 4A ജോയിൻ ചെയ്യുക, 2B ജോയിൻ ചെയ്യുക. ദെൻ ബാക്കി ഈ എഡ്ജ് സോളിഡ് എഡ്ജ് ആണ്, ബാക്കിയുള്ളതെല്ലാം ഇൻവിസിബിൾ ആയിരിക്കും. 3, 4, 2, 3, 3C. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന 3 ബോഡി ഡയഗണൽ ഏതായിരുന്നു? 3A ആയിരുന്നു. 3Aയുടെ ട്രൂ ലെങ്ത്, ഇത് 3A ട്രൂ ലെങ്ത് ആണ്. ഇവിടെ 3A ട്രൂ ലെങ്ത് ആണ്. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ 3-A' എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 3-A' ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ 3-A ഈ പറയുന്ന 3A വേണം നമുക്ക് ഇനി എത്ര ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യേണ്ടത്? 25 ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഓൾറെഡി 35 ഡിഗ്രിയിൽ അത് ഡീഫോൾട്ട് ആയിട്ട് 35 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ബേസ് ആണ് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ 35 ഡിഗ്രി അവിടെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു 30 ഡിഗ്രി ബേസ് ടിൽറ്റ് ആയത്. അപ്പോ ഇത് രണ്ടും കൂടി എത്ര ഡിഗ്രി ആയി കാണും? 65 ഡിഗ്രിയിൽ ഓൾറെഡി 65 ഡിഗ്രിയിൽ ടിൽറ്റായി നിൽക്കുന്ന ബോഡി ഡയഗണലിനെ വേണം ഇനി 25 ഡിഗ്രിയും കൂടി ടിൽറ്റ് ചെയ്യേണ്ടത്. പ്ലസ് 25 കൂടെ ചെയ്താൽ എന്താണ് 90 ഡിഗ്രിയാണ്. ഇത് കോംപ്ലിമെന്ററി ആംഗിൾ ആയിട്ട് വരും. അതായത് ഇപ്പോൾ നിലവിൽ 65 ഡിഗ്രിയിൽ ടിൽറ്റായി നിൽക്കുന്ന ബോഡി ഡയഗണലിനെ ഞാൻ 25 ഡിഗ്രി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയിലേക്ക് വരുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ അത് എപ്പോഴും ആ ബോഡി ഡയഗണൽ എവിടേക്കേ വരത്തുള്ളൂ? പ്രൊഫൈൽ പ്ലെയിനിലേക്കേ വരത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കിത് ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നിൽക്കുന്ന ബോഡി ഡയഗണൽ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് A3 ഇവിടെ നിൽക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇനി 25 ഡിഗ്രിയിലേക്ക് വേണം ടിൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൺവീനിയന്റ് ആയിട്ട് ഒരു പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യും? 0.3 മാർക്ക് ചെയ്തു. കൺവീനിയന്റ് ഒരു പൊസിഷനിൽ 0.3 മാർക്ക് ചെയ്തു. എന്നിട്ട് 3 കൂടി ഒരു 25 ഡിഗ്രി ലൈൻ വരയ്ക്കും. കാരണം ബോഡി ഡയഗണൽ എനിക്ക് ടിൽറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? 25 ഡിഗ്രിയിലേക്കാണ്. അപ്പൊ 25 ഡിഗ്രി ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് അവിടെ ഈ ബോഡി ഡയഗണലിന്റെ ആക്ച്വൽ ട്രൂ ലെങ്ത് എത്രയാണ്? 3A ഡിസ്റ്റൻസ്. ആ 3A ഡിസ്റ്റൻസ് A1 എന്ന് പേര് കൊടുക്കുക. 3A ഡിസ്റ്റൻസ് എവിടെ മാർക്ക് ചെയ്യുക? ആ ലൈനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തെന്താണ് ചെയ്യേണ്ടത്? അവിടെ കൂടി A1ൽ കൂടി ഒരു ലോക്കസ് വരയ്ക്കുക. A1' എന്ന് കൊടുക്കാം. A1' കൂടി ഞാനൊരു ലോക്കസ് വരച്ചു. എന്നിട്ട് അടുത്ത പ്രൊസീജിയർ എന്താണ്? ഇതിന്റെ ഇപ്പോഴത്തെ ലെങ്ത് 3-A' ആണ്. അപ്പൊ 3-A' എടുത്ത് ഞാൻ ഇവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ കട്ട് ആവത്തുള്ളൂ. അതായത് 3-A' 90 ഡിഗ്രി വരുന്ന വിധത്തിൽ എന്ത് ആവത്തുള്ളൂ? ഇത് കട്ട് ആവത്തുള്ളൂ. അതിന് കാരണം നമുക്ക് ഓൾറെഡി അറിയാം, ഇത് കോംപ്ലിമെന്ററി ആയിട്ടാണ്. അത് ഓൾറെഡി അത് 3-A' എന്ന് പറഞ്ഞ ആ ബോഡി ഡയഗണല് ഈ ആംഗിൾ കോമ്പിനേഷനിൽ പ്രൊഫൈൽ പ്ലെയിനിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു അതായത് 90 ഡിഗ്രിയിലേക്കായിരിക്കും ഈ ഫ്രണ്ട് വ്യൂ നമുക്ക് ടിൽറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ 3-A' ബേസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഫിഗറിനെ എന്ത് ചെയ്യണം? നമുക്ക് ടിൽറ്റ് ചെയ്ത് ഇവിടെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-A' ഡിസ്റ്റൻസിനെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3-C' ഡിസ്റ്റൻസ് എടുക്കുക. അത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി? C' കിട്ടി. A', 1' ഡിസ്റ്റൻസ് ഇതെല്ലാം ഡാഷ് ആണ്. ഞാൻ എല്ലാം ഡാഷ് കൊടുക്കുകയാണ്. A', 1' ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആരെ കിട്ടി? 1' കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 4 പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബാക്കിയുള്ള B2 ഒക്കെയാണ് വേണ്ടത്. നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ 1' 2' എടുക്കുക, 3' 2' ഡിസ്റ്റൻസ് എടുക്കുക. അതെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആരെ കിട്ടി? 2' കിട്ടും അല്ലെ? 1' 2' ഡിസ്റ്റൻസും 3' 2' ഡിസ്റ്റൻസും എടുക്കുക. നമുക്ക് അപ്പൊ അവിടെ നമുക്ക് ഇവിടെ ആരെ കിട്ടും? 2' കിട്ടും. ഇത് അപ്പുറത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ 4' കിട്ടും. ഇതുപോലെ തന്നെ A' B' ഡിസ്റ്റൻസും C' B' ഡിസ്റ്റൻസും എടുത്താൽ നമുക്ക് അവിടെ B' കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2' കൂടി ഒരു ലൈൻ വരച്ചാലും മതി, പാരലൽ ലൈൻ വരച്ചാലും മതി. 4' കൂടി ഒരു പാരലൽ ലൈൻ വരച്ചിട്ട് 4' ഡിസ്റ്റൻസ് 4' D' ഡിസ്റ്റൻസ് എടുത്താലും മതി. അപ്പൊ നമുക്ക് ഇവിടെ ഫിഗർ കിട്ടും. തിരിക്കുമ്പോൾ നമുക്ക് ABCD കാണാം. അപ്പൊ ABCD കാണുന്ന വിധത്തിൽ വരയ്ക്കുക. ബാക്കി ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. ഇൻവിസിബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള എഡ്ജസും കൂടി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫിഗറിനെ 90 ഡിഗ്രിയിലേക്ക് നമ്മൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് ടിൽറ്റ് ചെയ്യണ്ട, ഇങ്ങോട്ടാണ് ടിൽറ്റ് ആക്കുന്നത്. എന്നിട്ട് 90 ഡിഗ്രി ഇങ്ങനെ ടിൽറ്റ് ചെയ്തപ്പോഴേക്ക് ഈ ഫേസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. നമ്മള് ഈ അടിയിലുള്ള പോയിന്റ്, ഈ 1 നമ്മൾ താഴോട്ടാണ് ആക്കുന്നത്. ഇങ്ങനൊക്കെ ഈ പോയിന്റ് നോക്കി, ഇത് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നോക്കുമ്പോൾ ഈ ഫേസ് കാണാൻ പറ്റും. ഈ ഇവിടെയുള്ള
ഈ അടിയിലുള്ള ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മുകളിലുള്ള ഈ ഫേസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഫേസ് ഏതാണ്? ABCD നമുക്ക് കാണാൻ പറ്റും. A എന്നുള്ള ലൈൻ വരച്ചു. ഇവിടെ A എന്നുള്ള ലൈൻ വരയ്ക്കാം. A, B എന്നും D എന്നും ലൈൻസ് വരയ്ക്കാം. B എന്നും D എന്നും ലൈൻസ് വരച്ചു. ഇവിടെ നമുക്ക് B എന്നും D എന്നും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. B, C നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. C. അപ്പൊ അത് തിക്കായിട്ട് തന്നെ നമുക്ക് കൈവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് 1 2 3 4 വേഗത്തിൽ ലൊക്കേറ്റ് ചെയ്യാം. 1 ഏത് ലൈനിലാണ്? 1 എന്നുള്ള ലൈൻ വരയ്ക്കാം. 1 എന്നുള്ള ലൈൻ വരയ്ക്കാം. അത് എവിടെ കിട്ടും നോക്കുക, കൃത്യമായിട്ട് നോക്കുക. 1 നമുക്ക് ഇവിടെ താഴെ കിട്ടും. പിന്നെന്താ 2 എന്നും 3 എന്നൊക്കെ 2 എന്നും 4 എന്നും ലൈൻസ് വരയ്ക്കാം. സോ ദിസ് വിൽ ബി 2 and 4. then 3 ഇവിടെ തന്നെയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഈസ് ഔട്ടർ 3 എന്നുള്ളത് 3 ആണ്. ഔട്ടർ ബാക്കിയുള്ളത് ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കാം. 4 1 വരയ്ക്കുക, 1A വരയ്ക്കുക. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ.